പശ്ചിമേഷ്യയെ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ മുനമ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മേഖലയിലെ പ്രമുഖ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബഹ്റൈൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ആസ്തികൾക്ക് നേരെ തങ്ങൾ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയെന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രഖ്യാപനത്തോടെയാണ് സ്ഥിതിഗതികൾ വഷളായത്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള തന്ത്രപ്രധാനമായ ഗേഷ് ദ്വീപിന് നേരെ അമേരിക്കൻ സൈന്യം നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള നേരിട്ടുള്ള പ്രതികാരമാണ് ഇതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ അമേരിക്ക നടത്തിയ കടന്നുകയറ്റത്തിന് തൊട്ടു പിന്നാലെ ഒട്ടും സമയം കളയാതെ തിരിച്ചടിക്കാൻ ടെഹ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ സൈനിക നീക്കത്തിൽ ഇറാൻ പ്രധാനമായും ലക്ഷ്യമിട്ടത് ബഹ്റൈൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ 5ാം നാവികപ്പടയുടെ ആസ്ഥാനത്തെയാണ് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ നാവിക മേധാവിത്വത്തിന്റെ നിയന്ത്രണ കേന്ദ്രത്തിന് നേരെയാണ് ഇറാന്റെ മിസൈലുകൾ പാഞ്ഞെടുത്തത്. 5ാം നാവികപ്പടയുടെ ആസ്ഥാനത്തിന് പുറമെ കുവൈത്തിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇറാൻ ഒരേ സമയം മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടത്. മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി പ്രതിരോധിക്കുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയും ഗതാഗതവും തടസ്സപ്പെടുത്താൻ അമേരിക്കയോ സഖ്യകക്ഷികളോ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പും ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയുടെ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾ കൃത്യമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചതായും അമേരിക്കൻ ക്യാമ്പുകളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതായും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ ചിത്രം മറ്റൊന്നാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും ഒന്നുകിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ തകർന്നു വീഴുകയോ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിജയകരമായി വെടിവെച്ചിടുകയോ ചെയ്തുവെന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. അമേരിക്കൻ പ്രതിരോധ നിരയെ ഭേദിക്കാൻ ഇറാന്റെ ആക്രമണങ്ങൾക്കായില്ല എന്നാണ് വാഷിംഗ്ടണിന്റെ വാദം. ബഹ്റൈനിലെയും കുവൈറ്റിലെയും താവളങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സമയബന്ധിതമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. പേർഷ്യൻ ഗൾഫ് മേഖലയിലുടനീളം അതീവ ജാഗ്രത നിർദ്ദേശം നിലവിലുണ്ടായിരുന്നതിനാൽ സൈന്യം പൂർണ്ണ സജ്ജരായിരുന്നു. ഈ കടുത്ത മിസൈൽ പാച്ചിലും ഒരൊറ്റ അമേരിക്കൻ സൈനികന് പോലും പരിക്കേൽക്കുകയോ ജീവഹാനി സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. തങ്ങളുടെ സൈനികാസ്തികൾക്കും യാതൊരുവിധ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ലെന്ന് അമേരിക്ക ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇറാന്റെ താവളങ്ങൾക്ക് നേരെ തങ്ങൾ നടത്തിയ ആക്രമണങ്ങൾ സ്വയം രക്ഷാ മുൻനിർത്തി മാത്രമുള്ളതായിരുന്നുവെന്ന് അമേരിക്കൻ സൈന്യം ന്യായീകരിക്കുന്നു. ഗേഷ് ദ്വീപിന് സമീപം അമേരിക്കൻ സൈന്യത്തിന് ഭീഷണിയാകും വിധം ഉയർന്നു വന്ന ഇറാനിയൻ സൈനിക സന്നാഹങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നാണ് വിശദീകരണം. മേഖലയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാവുന്ന ഡ്രോൺ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് അവയെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തടയാൻ കഴിഞ്ഞത് തങ്ങളുടെ സൈനിക ആസൂത്രണത്തിന്റെ വിജയമായാണ് പെന്റഗൺ വിലയിരുത്തുന്നത്. എങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നും ഇനിയും അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. ഈ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി ഒതുങ്ങാതെ പശ്ചിമേഷ്യയിലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളിലേക്കും പടരുമോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. കുവൈറ്റും ബഹ്റൈനും പോലുള്ള അയൽ രാജ്യങ്ങളിലെ താവളങ്ങൾ ആക്രമണത്തിനിരയായത് പ്രാദേശിക നയതന്ത്ര ബന്ധങ്ങളെയും സങ്കീർണമാക്കും. യുദ്ധഭീതി ശക്തമായതോടെ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ വൻ വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച സൈനിക നീക്കങ്ങൾ ശക്തമായാൽ അത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ചരക്കു നീക്കത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മേഖലയിലെ സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾക്ക് ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സൈനികമായ മേധാവിത്വം തെളിയിക്കാനാണ് ഇരുപക്ഷവും ഇപ്പോൾ താൽപര്യപ്പെടുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ഇറാനും അമേരിക്കയും മുന്നോട്ടു പോകുന്നത് പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു.
വരും മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ പ്രധാന താവളങ്ങൾക്ക് നേരെ കൂടുതൽ ശക്തമായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് മേഖലയുടെ ഭാവി എന്ന ഈ സംഭവങ്ങൾ അടിവരയിടുന്നു.